അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ വളരെ സന്തോഷത്തിൽ ഇന്നത്തെ പരീക്ഷ പൂർത്തിയായിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അഖീദയാണ്. ഫുൾ മാർക്ക് നമുക്ക് നേടണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. അഖീദ വളരെ സിമ്പിളായ വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട ചിലത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരുപാട് വർഷങ്ങളിൽ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത് 2023 ചോദ്യ പേപ്പറിൽ ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യം, അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന. എന്താണ് ഉത്തരം? ദുആ. ഈ ചോദ്യം മറ്റൊരു രൂപത്തിൽ വരും, ദുആ എന്നാൽ എന്ത്? അപ്പൊ ദുആ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാലും പിന്നെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നെ, പ്രാർത്ഥന. അപ്പോൾ അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത് പൂരിപ്പിക്കാനുള്ള ചോദ്യം ആവർത്തിച്ചു വന്ന ചോദ്യമാണ്, അലാ ഇന്ന ഡാഷ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അതുപോലെ ആവർത്തിച്ചു വന്ന ചോദ്യമാണ്, ഖുൽ ലാ യഅലമുൽ മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. ഇവിടെ അൽ ഗൈബ. അടുത്തത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതും ആവർത്തിച്ചു വരുന്നതാണ്. പിന്നെ ഇവിടെ ആവർത്തിച്ചു വരുന്നൊരു ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹു, അതായത് നൈൽ നദിക്ക് കത്ത് നൽകിയ സ്വഹാബി ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ആ നൈൽ നദിക്ക് കത്ത് നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അടുത്ത ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്, ബിദ്അത്തു വലാലത്ത് എന്നാൽ എന്ത്? ബിദ്അത്തു വലാലത്ത് എന്നാൽ എന്ത്? ഇങ്ങനെയും ചോദ്യം വരും, നേരെ തിരിച്ചും വരും. ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവക്കെതിരായി പുതുതായി കൊണ്ടുവന്ന ആശയം, അതിന് ഡാഷ് എന്ന് പറയുന്നു, അതിന് ബിദ്അത്തു വലാലത്ത് എന്ന് പറയുന്നു. ഖുർആന്, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്തു ളലാലത്താണ്. ഖുർആന്, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്തു ളലാലത്താണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അടുത്തത് ആവർത്തിച്ചു വരുന്നൊരു ചോദ്യം, തൗഹീദ് എന്നാൽ എന്ത്? തൗഹീദ് എന്നാൽ എന്ത്? ഇവിടെ തൗഹീദ് എന്നാൽ എന്ത് 3 മാർക്കിന് ചോദിച്ചു. ഇനി മറ്റൊരു രൂപത്തിൽ ചോദ്യം വരിക, ഈ തൗഹീദിന്റെ നിർവചനം കൊടുത്തിട്ട് അതിന് ഡാഷ് എന്ന് പറയുന്നു, അപ്പൊ അതിന് തൗഹീദ് എന്ന് പറയുന്നു. അപ്പൊ ചോദ്യം 2 രൂപത്തിലും വരും. അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്, ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ ഇതിന്റെ മലയാളം പഠിക്കണം എന്നില്ല. ഒന്നില്ലെങ്കിൽ മലയാളം മാത്രം പഠിക്കുക, അല്ലെങ്കിൽ അറബി മാത്രം പഠിക്കുക. രണ്ടും കൂടി പഠിച്ച് കൺഫ്യൂഷൻ ആവരുത്. അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് ഇഷ്ടപ്പോലെ പ്രകാരം പഠിക്കുക. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അത് പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. ഇനി രണ്ടാമത് 2023 ചോദ്യ പേപ്പറിലെ പ്രധാനപ്പെട്ട ചോദ്യം, പരമാവധി താഴ്മ ചെയ്യലാണ് ഡാഷ്. എന്താണ്? ഇബാദത്ത്. ഇബാദത്ത്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഇബാദത്ത് എന്നാൽ എന്ത് എന്നും ചോദ്യം വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെ വന്നത്? ഉത്തരം തന്നിട്ട് അതിന്റെ പേരെഴുതാനാണ്. പരമാവധി താഴ്മ. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കുക. അതാ ചോദ്യം ആവർത്തിക്കുന്നു, നൈൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ. കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ചോദ്യം വളരെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അത് മനസ്സിലാക്കുക. ഇനി ഇവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് പൂരിപ്പിക്കാൻ, സുബൈർ ബിനു ഡാഷ്, സുബൈർ ബിനുൽ അവ്വാം, സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അബൂബക്കർ ബിനു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, പിന്നെ അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹു. അത് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. ഇനി ഇതാ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൽ കണ്ടത്, അതായത് 2023 കണ്ടത് 22 ചോദ്യം, കുല്ലാ ഡാഷ് മംഫി ഡാഷ് വൽ അർളി ഇല്ലല്ലാ. ഇവിടെ എന്തില്ല? ബ്രാക്കറ്റിൽ ഉത്തരമില്ല. അവിടെ ബ്രാക്കറ്റിൽ ഉത്തരം ഉണ്ടായിരുന്നു. 6 മാർക്കാണ്. മിസ്സിങ് എഴുതിയാൽ 6 മാർക്കാണ്. ഇവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അടുത്തത് അതാ കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യം റിപ്പീറ്റഡ് ആയി വന്നു, ബിദ്അത്തു ളലാലത്ത് എന്നാൽ എന്ത്? അപ്പൊ പഠിക്കണേ, ബിദ്അത്തു ളലാലത്ത് നിങ്ങൾ അതുപോലെ പഠിക്കണം. അടുത്ത പ്രധാനപ്പെട്ട വകുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ, ഇതിന്റെ അർത്ഥം എഴുതാൻ. വകുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ എന്നതിന്റെ അർത്ഥം എഴുതുക. എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്, മുർത്തദ് മുസ്ലിം ആവാൻ എന്ത് ചെയ്യണം? ഈ മുർത്തദുമായി ബന്ധപ്പെട്ട പ്രധാന 3 ചോദ്യങ്ങളുണ്ട്. ഒന്ന് ഈ ചോദ്യം, മുർത്തദ് മുസ്ലിം ആവാൻ എന്ത് ചെയ്യണം? അവൻ എന്തൊക്കെ ചെയ്യേണ്ടത്? മുർത്തദാവിന് വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാരണം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. അപ്പോൾ
ഇവിടുന്ന് രണ്ട് ഷഹാദത്ത് കലിമ ഇവിടെ മുതൽ പഠിക്കണം. രണ്ട് ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാരണം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. ഇതാണ് ഒരു ചോദ്യം. മുർത്തദ്ദുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം ഇത് പൂരിപ്പിക്കാനാണ്. അഥവാ മുർത്തദ്ദായ ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അയാൾ ചൊല്ലേണ്ട ദിക്ർ അയാൾ ചൊല്ലേണ്ട ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇന്നി ബരീഉൻ മിൻ കുല്ലി ദീനി യുഖാലിഫു ദീനൽ ഇസ്ലാം. ഇത് പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഒരുപാട് വർഷം. പിന്നെ മുർത്തദ്ദുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. മുർത്തദ്ദായ മനുഷ്യനുമായി പെരുമാറേണ്ട രീതികൾ എങ്ങനെയാണ്? അവൻ്റെ മേൽ ചെയ്യാൻ പാടില്ലാത്തത് അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യാവതല്ല. അവൻ്റെ മേൽ നമ്മൾ എങ്ങനെ നടപടി എടുക്കേണ്ടത്? അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുക പാടില്ല. ആ രണ്ട് കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കണം. അടുത്ത ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് ഗൈബ് എന്നാൽ എന്ത്? ഗൈബ് എന്നാൽ എന്ത്? ഇത് നമ്മൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. എന്താണ് അതിൻ്റെ ഉത്തരം? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. ചോദ്യം ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. എങ്ങനെ? സൃഷ്ടികളിൽ സാധാരണഗതിയിൽ അറിയാത്തതിന് ഡാഷ് എന്താണ്? ഗൈബ്. അപ്പോൾ ഗൈബിൻ്റെ ചോദ്യം രണ്ട് രൂപത്തിൽ വരും. ഗൈബ് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം ആവർത്തിച്ചു വരുന്ന ചോദ്യം ദുആ എന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദുആ എന്നാൽ എന്ത്? അള്ളാഹുവിനോട് തേടുന്ന സഹായാർത്ഥനയാണ് പ്രാർത്ഥന, അങ്ങനെയും പറയാം. അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ ദുആഇന്റെ നിർവചനം 3 മാർക്കിന് ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെ എഴുതുന്നുണ്ട്. എങ്ങനെ? ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ, പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ എഴുതണം. അപ്പോൾ ഈ പാഠത്തിൽ ഇവിടുന്ന് ഇങ്ങനെയും ചോദിക്കും. എങ്ങനെ? അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന ഡാഷ് എന്താണ്? പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ, അങ്ങനെയും വരും. പിന്നെ 3 മാർക്കിന് ചോദിച്ചാൽ ഇങ്ങനെയും ഉത്തരം എഴുതണം. ഓക്കെ. അടുത്ത ചോദ്യം ഇത് 2021 ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ. അള്ളാഹു ഏകനാണെന്ന വിശ്വാസത്തിന് പറയും. കണ്ടോ? ആവർത്തിച്ചു വന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു തൗഹീദ് എന്നാൽ എന്ത് എന്ന് 3 മാർക്കിന് അതിൻ്റെ നിർവചനം എഴുതാൻ വേണ്ടി വന്നു. ഇവിടെ വേറെ രൂപത്തിലാണ് വന്നു. അള്ളാഹു ഏകനാണെന്ന വിശ്വാസത്തിന് പറയും എന്ത്? എന്താണ് ഉത്തരം? തൗഹീദ്. തൗഹീദ് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. അടുത്തത് ആവർത്തിച്ചു വരുന്ന വേറൊരു ചോദ്യമാണ് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത്. കണ്ടോ? ഗൈബ് എന്നാൽ എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ വർഷം എന്ത് ചെയ്തു? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത്. എന്താണ് ഉത്തരം? ഗൈബ്. ഇവിടെ 2 മാർക്കിനാണ് വന്നത്. ഈ ഗൈബ് എന്നാൽ എന്ത് ചോദ്യം വന്നാൽ ഈ ഉത്തരം എഴുതിയാൽ എത്ര മാർക്ക് ഉണ്ടാവും? 3 അല്ലെങ്കിൽ 5 6 മാർക്കൊക്കെ ചോദിക്കാറുണ്ട്. അടുത്തത് പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ആവർത്തിച്ചു വരുന്ന ചോദ്യം. ഫബി ഇസ്സത്തിക ഡാഷ് അജ്മഈൻ ഇബാദക്കൽ മുഖ്ലസീൻ. ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട്. ഒരു പരീക്ഷയ്ക്ക് ഉത്തരം തരാതെയും ചോദിച്ചിട്ടുണ്ട്. ഫബി ഇസ്സത്തിക എന്നുള്ള പൂരിപ്പിക്കാൻ. അടുത്തത് ഇവിടെ ഇതാ പൂരിപ്പിക്കാൻ. ഇത് നേരത്തെ നമ്മളൊരു ചോദ്യ പേപ്പറിൽ കണ്ടതാണ്. ഇത് പൂരിപ്പിക്കാൻ അബൂബക്കർ ബിനു അബി ഖുഹാഫ. കണ്ട? ആവർത്തിച്ചു വരുന്നത് റളിയല്ലാഹു അൻഹു. സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് 6 മാർക്കാണ്. ഇവിടെ 6 മാർക്ക് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത ഭാഗം. ഇവിടെ ആവർത്തിച്ചു വരുന്ന ചോദ്യം പരലോകത്തേക്കുള്ള കൃഷിയിടം എന്താണ്? ഇഹലോകം. അത് പൂരിപ്പിക്കാനാണ്. പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ഇഹലോകം. പിന്നെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം, ഇതിനാണ് ഇജ്മാ എന്ന് പറയുക അല്ലെ? മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. പിന്നെ അത് ആവർത്തിച്ചു വന്നു. ദുആ എന്നാൽ എന്ത്? ഞാൻ പറഞ്ഞില്ലേ ദുആ എന്നാൽ എന്ത്? പഠിക്കണം. അടുത്തത് മുർത്തദ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞില്ലേ ആ ചോദ്യം ആവർത്തിച്ചു വരാറുണ്ട്. മുർത്തദ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ എന്ത് ചെയ്യണം? എത്ര മാർക്കാന്ന് വന്നോ? 9 മാർക്കാണ്. 9 മാർക്ക്. അപ്പോൾ ആ പോയിന്റ് നല്ലോണം നിർബന്ധമായും പഠിക്കുക. ബിദ്അത്ത് മുർത്തദ് മുസ്ലിം ആവാൻ എന്ത് ചെയ്യണം? മറന്നു പോകരുത്. എന്ത് ചെയ്യണം? 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോട് കൂടി ഏത് കാരണം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. ഇതാണ് 2021 ചോദ്യം. ഇനി നമ്മൾ 2019 പോവാം. 2019 ഇവിടെ അള്ളാഹു ഏകനാണെന്ന വിശ്വാസം. കണ്ടോ? ആവർത്തിച്ചു. അള്ളാഹു ഏകനാണെന്ന വിശ്വാസം എന്താണ്? തൗഹീദ്. അടുത്തത് പിന്നെ അവർ നക്ഷത്ര തുല്യരാണ്. ആരാണ് നക്ഷത്ര തുല്യർ? സ്വഹാബത്ത്. പിന്നെ സൃഷ്ടികളിൽ സാധാരണഗതിയിൽ അറിയുന്നത്, അറിയാത്തതല്ല. അറിയാത്തതാണെങ്കിൽ ഗൈബാണ്. അറിയുന്നത് ഏതാണ്? ഗൈബ് അല്ല. ഏതാ ഉത്തരം? ഗൈബ് അല്ല. അപ്പൊ അങ്ങനെയും ചോദ്യം വരും. പെട്ടെന്ന് ചോദ്യം നമ്മൾ പഠിച്ച ചോദ്യമാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ പഠിച്ച ചോദ്യമല്ല. പിന്നെ 2 ഇനം ബിദ്അത്തുകൾ, ബിദ്അത്തു ദലാലത്തും പിന്നെ ബിദ്അത്ത്
ബിദ്അത്ത് ഹസനത്ത്, ബിദ്അത്തു ദലാലത്ത്. ബിദ്അത്ത് ഹസനത്ത്, ബിദ്അത്തു ദലാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഭാഷാർത്ഥത്തിൽ പ്രകാരം ബിദ്അത്ത് എന്ന് പറയപ്പെടും. അതനുസരിച്ച് ബിദ്അത്ത് രണ്ട് വിധമാണ്: ബിദ്അത്ത് ഹസനത്ത്, ബിദ്അത്ത്. ഖുർആൻ, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്തു ദലാലത്താകുന്നു. എതിരാവാത്തവ ബിദ്അത്ത് ഹസനത്താകുന്നു. അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്: മൻ അഹദസ ഫി അംരിന ഹാദാ ഡാഷ്. എന്താണ്? മൻ അഹദസ ഫി അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പിന്നെ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുർത്തദ്ദുമായി ബന്ധപ്പെട്ട ചോദ്യം, ഇന്നി ബരീഉം മിൻ ഡാഷ്. അത് കാണാതെ പഠിക്കണം നിങ്ങൾ. ഇന്നി ബരീഉൻ മിൻ കുല്ലി ദീനി യുഖാലിഫു ദീനൽ ഇസ്ലാം. അത് കാണാതെ പഠിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യ പേപ്പറിൽ നോക്കുകയാണ്. 2018 നോക്കൂ നിങ്ങൾ. ചോദ്യങ്ങൾ നോക്കുക. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന. കണ്ടോ ദുആ ആവർത്തിച്ചു വന്നു. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം ഇവയാണ് ഡാഷ്. എന്താ? സുന്നത്ത്. പിന്നെ ആവർത്തിച്ചു വരുന്നു. പരലോകത്തേക്കുള്ള കൃഷിസ്ഥലം. കണ്ടോ? ഇഹലോകം. ഉത്തരം ചോദ്യം ആവർത്തിച്ചു വന്നു. അടുത്തത് അല ഇന്ന. അല ഇന്ന ഔലിയ അല്ലാഹി ഡാഷ്. ഇവിടെ എന്തില്ല? ഓപ്ഷൻ തന്നിട്ടില്ല, ഉത്തരത്തിന്റെ ഓപ്ഷൻ തന്നിട്ടില്ല. പിന്നെ ഇന്നാ നഹ്നു ഡാഷ്. കണ്ടോ? ഫബി ഇസ്സത്തിക ഡാഷ്. ഒക്കെ ചോദ്യം ആവർത്തനാണ്. ഇനി നോക്കുക. സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? റിദ്ദത്ത് അല്ലെ. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഡാഷ്. ഏതാ? ശൈത്വാന്മാർ. സൃഷ്ടികളിൽ സാധാരണഗതിയിൽ അറിയാത്തത്. കണ്ട എത്ര തവണ ആവർത്തിച്ചത്? ഇൽമുൽ ഗൈബ് അല്ലെ. അടുത്തത് വക്കുല്ലും ഫി വലക്കി യസ്ബഹൂൻ. അർത്ഥം എഴുതാൻ ഇതേ ആശയം എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദ്യം നമ്മൾ കണ്ടു അല്ലെ. അടുത്ത് ഇന്ന ഷിർക്കൽ ദുൽമുൻ അദീം. അർത്ഥം എഴുതാൻ ഇന്ന ഷിർക്കൽ ദുൽമുൻ അദീം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ആവർത്തനാണ്. മൻ അഹദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഇത് പൂരിപ്പിക്കാനല്ല, ഇത് അർത്ഥം എഴുതാനാണ് വന്നത്. അപ്പൊ അത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഇത് പൂരിപ്പിക്കാനും പ്രധാനപ്പെട്ടതാണ്, അർത്ഥം എഴുതാനും പ്രധാനപ്പെട്ടതാണ്. അടുത്ത ഇബാദത്ത് എന്നാൽ എന്ത്? ഇബാദത്ത് എന്നാൽ എന്ത്? അപ്പൊ ഇതാണ് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ. അപ്പൊ അതെല്ലാവരും നോട്ട് ചെയ്ത് നല്ലോണം